ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ചെയ്യണം? നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വിഷ്ലിംഗ് എന്ന് പറയുന്ന ആപ്പിനെ പറ്റിയാണ്. നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇത് വിഷ്ലിംഗ് ആപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ ആപ്പുകൾ വഴി നിങ്ങൾക്ക് വരുമാനം നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പം ഇന്നത്തെ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു വിഷ്ലിംഗ് ആപ്പ് എന്താണ്, ഇതുവഴി നമുക്ക് എങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, ഇതുവഴി നമ്മൾ എന്തൊരു കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഈ ഒരു വിഷ്ലിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിന്റെ ലിങ്കുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എന്ത് ചെയ്യാം, മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അവർ നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിന്റെ ഒരു കമ്മീഷൻ കിട്ടും. അതാണ് ഈ ഒരു വിഷ്ലിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം മീഷോ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മിന്ത്ര അങ്ങനെയുള്ള ഈ ഓൺലൈൻ ആപ്പ് വഴി നിങ്ങൾ പോയി പ്രൊഡക്റ്റ് വാങ്ങുക, അതിന്റെ നിങ്ങളെ വീഡിയോ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോന് താഴെയായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, ആ വീഡിയോയിൽ കൊടുക്കാം. ഈ വിഷ്ലിംഗ് ആപ്പ് വഴി എന്ത് ചെയ്യാം, ആ വീഡിയോയിൽ കൊടുത്തിട്ട് വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മുടെ വീഡിയോയുടെ ഇടയിൽ ഇപ്പം നിങ്ങളിപ്പം കാണുന്നുണ്ടാവും ഓരോ ഇൻഫ്ലുവൻസർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ലിങ്കിന് കമന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുപോലെ ഇപ്പം മറ്റുള്ളവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം, ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായെങ്കിൽ അവരും എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോയുടെ ഇടയിൽ വന്നിട്ട് ലിങ്കിന് കമന്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, അവരുടെ ആ ഒരു DM-ലേക്ക് നമ്മുടെ ലിങ്ക്, ഈ ഒരു വിഷ് ലിങ്ക് വഴി നമ്മൾ കണക്ട് ആക്കിയിട്ടുള്ള ലിങ്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവരുടെ ആ ഒരു DM-ലേക്ക് എത്തിയിട്ട് അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടും. കമ്മീഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടൂല. ഇപ്പം ഒരു 5 അല്ലെങ്കിൽ 10% ഒക്കെയാണ് നമുക്ക് കമ്മീഷൻ കിട്ടും. ഇപ്പൊ നമ്മുടെ ഒരു 500 രൂപയുടെ പ്രൊഡക്റ്റ് ആ വീട്ടിൽ കാണിക്കുന്നെങ്കിൽ ഇപ്പൊ ഒരാൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു 500-ന്റെ 5% അല്ലെങ്കിൽ 10% ഒക്കെ നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടും. നമ്മൾ ആ ഒരു വീഡിയോ എപ്പോഴും റീച്ച് ആവുന്നുണ്ട്, ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, അതിനനുസരിച്ചാണ് നമ്മുടെ ആ ഒരു ഏണിംഗ് വരും. ഇപ്പം ഒരു 100 ആൾക്കാർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നല്ലൊരു ഏണിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിന് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഇപ്പം നമ്മൾ ഏത് ആപ്പ് വഴിയാണോ വാങ്ങുന്നത് ആ ആപ്പ് എന്ത് ചെയ്യണം, വിഷ്ലിംഗിലെ വൈറ്റ് ലിസ്റ്റഡ് ആയിരിക്കണം. വൈറ്റ് ലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, വിഷ്ലിംഗ് ഇപ്പം മീഷോ വഴി, ഫ്ലിപ്കാർട്ട് അങ്ങനെ ആപ്പുകൾ വഴി നമുക്ക് വാങ്ങി തരുന്ന ഒരു പെർമിഷനാണ്. അതായത് ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങി വീഡിയോ ചെയ്ത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമുക്ക് എന്താണ് വാങ്ങി തരാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളിപ്പം പ്രൊഡക്റ്റ് വാങ്ങി വീഡിയോ ചെയ്ത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, മാക്സിമം ഒരു 5-10 പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്യും, ഇപ്പം മീഷോ ആണെങ്കിൽ നമ്മുടെ മീഷോ അക്കൗണ്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് ആയി പോകും. നമ്മളിങ്ങനെ റെഗുലർ ആയിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നത് റിട്ടേൺ ചെയ്യുന്നത്, അപ്പൊ നമ്മളെ ചെയ്യുന്നത് ഒരു സ്കാം ആയിട്ടാണ് ആ ആപ്പുകൾ കണക്കാക്കുക. അപ്പൊ നമ്മൾ ആ അക്കൗണ്ട് എന്തെങ്കിലും ബ്ലോക്ക് ആയി പോകും. പിന്നെ നമുക്ക് ആപ്പ് വഴി എന്തെയില്ല പ്രൊഡക്റ്റ് ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഒരു ആപ്പിന്റെ ആ ഒരു അക്കൗണ്ട് എന്താണ് ഈ ഒരു വിഷ് ലിസ്റ്റ് വഴി വൈറ്റ് ലിസ്റ്റഡ് ആക്കണം. വൈറ്റ് ലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ വിഷ്ലിംഗ് ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. വിഷ്ലിംഗ് ക്രിയേറ്റർ എന്ന് പറയുന്ന ആപ്പ് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് വൈറ്റ് ലിസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, ഇപ്പം ഈ ആപ്പുകൾക്കെല്ലാം ഇച്ചിരി ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഈ മീഷോ, ഫ്ലിപ്പ്, മിന്ത്ര എന്ന് പറയുന്ന ആപ്പുകൾ കാണാം. മീഷോൻ്റെത് ഓൾറെഡി ഞാനിപ്പം മീഷോന്റെ പ്രൊഡക്റ്റ് വാങ്ങുന്നതുകൊണ്ട് മീഷോന്റെ ക്രൈറ്റീരിയ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് മീഷോ വൈറ്റ് ലിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. ഞാൻ ഡയറക്റ്റ്ലി എന്താ വൈറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ചെയ്തത്. പക്ഷേ എനിക്ക് ഫ്ലിപ്കാർട്ടിന്റെ എന്ന് പറയുമ്പോൾ ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലിപ്കാർട്ടിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോ ചെയ്തിട്ടിടണം. ഫ്ലിപ്കാർട്ടിനെ ടാഗ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോ ചെയ്തിടണം. എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിഷ്ലിംഗ് ആപ്പിൽ ആ ഒരു വൈറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടിന്റെ ആ ഒരു ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം, വൈറ്റ് ലിസ്റ്റ് ആവാൻ വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്റ് ചെയ്യുക വീഡിയോന്റെ ഓർഡർ ID, പിന്നെ ആ ഒരു ആപ്പ് നമ്മൾ കറക്റ്റുള്ള മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 10-15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ആവും. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യാം, എന്നിട്ട് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ അത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പൈസ കൊടുത്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങണം. എന്നിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ്, ആ നമ്മൾ കൊടുത്ത പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടവും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തിടുന്ന് ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കമ്മീഷൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങും അങ്ങനെ നമുക്ക് തോന്നുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ മീഷോ ആപ്പിന്റെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റീലിന്റെ അടിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മീഷോ ആപ്പിനെ ടാഗ് ചെയ്യാം. പിന്നെ മീഷോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹാഷ്ടാഗുകൾ, മീഷോ ആപ്പ്, മീഷോ ഫൈൻസ് അങ്ങനെയുള്ള കുറച്ച് ഹാഷ്ടാഗുകൾ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീൽ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വിഷ്ലിംഗ് ആപ്പിൽ വന്നിട്ട് അതിൽ ക്രിയേറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമ്മുടെ ആ പോസ്റ്റ് ചെയ്ത റീൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും.
അതിൽ നമ്മൾ വാങ്ങിയ ആ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് പബ്ലിഷ് ചെയ്യാം. അപ്പം അതിനുശേഷം നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർ അതിന്റെ താഴെ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് എന്ത് ചെയ്യും, അവരുടെ DM-ലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് എത്തിക്കോളും. നമ്മളതിന് എക്സ്ട്രാ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ, എങ്ങനെ വൈറ്റ് ലിസ്റ്റിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ ലിങ്ക് ആഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പാർട്ട് 2 വീഡിയോയിൽ ആ ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ബൈ.